കുവൈറ്റ് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നോർക്കയുടെ അടിയന്തര യോഗം ഇന്ന് 10:30 ചേരും. സ്ഥിതിഗതികൾ നോർക്ക മുഖ്യമന്ത്രി അറിയിക്കും. ഒപ്പം തന്നെ 14 മലയാളികളുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? രഞ്ജിത്തിലേക്ക് നമുക്ക് തിരികെ വരാം. 14 മരണമാണ് കുവൈറ്റിൽ ഉണ്ടായിട്ടുള്ളത്. 14 മലയാളികളാണ് മരിച്ചിട്ടുള്ളത്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയെയും കുവൈറ്റിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത് തുടർന്നു. രഞ്ജിത്ത്, മലയാളികൾ എത്ര പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള അവസാന കണക്ക് എത്രയാണ്? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഔദ്യോഗികമായ സ്ഥിരീകരണ പ്രകാരം 14 മലയാളികൾ മരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ലഭ്യമാകുന്നത്. അതിൽ 5 പേരുടെ മരണം ഇന്ന് രാവിലെയോട് കൂടിയാണ് സ്ഥിരീകരിച്ചത്. ഇന്നലെ 11 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. അതിൽ 9 പേരെ ഇന്നലെ തന്നെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. അതിൽ ബാക്കി 2 പേരെ ഇന്ന് രാവിലെയോട് കൂടിയാണ് തിരിച്ചറിഞ്ഞത്. അതിന് പിന്നാലെയാണ് മറ്റ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 14 മലയാളികളാണ് ഈ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ വെന്ത് മരിച്ചത്. ഇതിൽ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത്. 4 പേരാണ് പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ആളുകൾ ഈ ദുരന്തത്തിന് ഇരയായത്. ഒപ്പം തന്നെ കൊല്ലം ജില്ലയിൽ 3 പ്രവാസികളും കൊല്ലം ജില്ലയിലുള്ള 3 പേരുമാണ് ഈ മരണത്തിനിരയായത്. കാസർഗോഡ് ജില്ലയിൽ 2 പേരാണ് ഈ തീപിടുത്തത്തിൽ വെന്ത് മരിച്ചത്. കോട്ടയം ജില്ലയിൽ 2 പേരും ഈ തീപിടുത്തത്തിൽ ദുരന്തത്തിന് ഇരയായി. ഒപ്പം തന്നെ കണ്ണൂരിൽ ഒരാളും മലപ്പുറം ജില്ലയിൽ 2 പേരുമാണ് ഈ കുവൈറ്റിലെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ വെന്ത് മരിച്ചത്. അതേസമയം ഇനിയും മരണസംഖ്യ ഉയരും എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആകെ 49 പേരാണ് ഈ കുവൈറ്റിലെ താമസ സ്ഥലത്തുണ്ടായ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൽ വെന്ത് മരിച്ചത്. ഇതിൽ 43 പേരാണ് ഇന്ത്യക്കാർ. മലയാളികളടക്കം 43 പേരാണ് ഇന്ത്യക്കാർ. ഈ 43 പേരിലാണ് 14 മലയാളികളെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇനിയും നിരവധി മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. പലരുടെയും മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഉണ്ടായിരുന്നത്. ഇവരെ ഈ കുവൈറ്റിലെ വിവിധ ആശുപത്രികളിലെ മോർച്ചറികളിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ഉള്ളത്. അപ്പോൾ ഇനി DNA പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് ഇപ്പോൾ ഭരണകൂടം പോവുകയാണ്. ഒപ്പം തന്നെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഈ DNA പരിശോധന പൂർത്തിയായാൽ മാത്രമേ ഈ പലരുടെയും മൃതദേഹങ്ങൾ ആരുടേതാണ് എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം പുറത്തു വരികയുള്ളൂ. ഇതൊരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ്. NTPC എന്ന് പറയുന്നത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ്. അവിടെ ഭൂരിഭാഗവും ജോലി ചെയ്തിരുന്നത് മലയാളികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി തിരിച്ചറിയാനുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിൽ ഈ മലയാളികളുടെ മരണസംഖ്യ ഉയർന്നേക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്.